എക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കേരള ചരിത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എക്കോസ് അക്രോസ് ഏജസ് എന്ന ഈ സീരീസിലെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ വാണിപ്രഭ, ഒരു ശരാശരി മലയാളി. ഈ സീരീസിലെ ബിറ്റ്വീൻ ദ ഘാട്ട്സ് ആൻഡ് ദ സീ, ദ ലിവിംഗ് വാട്ടേഴ്സ് ഓഫ് കേരള എന്ന എപ്പിസോഡ്സ് നിങ്ങൾ ഇതിനകം കേട്ടിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്നത് കേരളത്തിൻ്റെ കാലാവസ്ഥ എങ്ങനെ കേരള ചരിത്രത്തെ, കേരള സമൂഹത്തെ സ്വാധീനിച്ചു എന്നാണ്. സീസൺസ് ദാറ്റ് ഷേപ്ഡ് us. കേരളത്തിൻ്റെ ചരിത്രം രാജാക്കന്മാരുടെ പേരുകളാൽ മാത്രം എഴുതപ്പെട്ട കഥയല്ല. അത് കാലാവസ്ഥകളുടെ നീണ്ട യാത്രയാണ്. കാലാവസ്ഥ എങ്ങനെ കേരള ചരിത്രത്തെ, കേരള സമൂഹത്തെ മാറ്റിയെന്ന് ഒരു ടൈം ലൈൻ വഴി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പ്രാചീന കാലം, ഏൻഷ്യൻ പീരീഡ്, അതായത് ഏകദേശം 3-ാം നൂറ്റാണ്ട് മുതൽ എങ്ങനെയെന്ന് നോക്കാം. കേരളത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ അതിൻ്റെ കാലാവസ്ഥയോടൊപ്പം ചേർന്നാണ്. നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ പശ്ചിമഘട്ടത്തിന് വലിയൊരു പങ്കുണ്ട് എന്ന് ഇതിനകം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. അറബിക്കടലിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ, അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ കാറ്റുകൾ കേരളത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ കിഴക്കൻ അതിർത്തിയിൽ ഉയർന്നു നിൽക്കുന്ന പശ്ചിമഘട്ടം, അതായത് വെസ്റ്റേൺ ഘാട്ട്സ്, ഈ മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു. അപ്പോൾ ആ കാറ്റിനകത്തുള്ള നീരാവി ഉയർന്നു പൊങ്ങി മേഘമായി രൂപം കൊണ്ട് പർവ്വതത്തിന് അഭിമുഖമായിട്ടുള്ള സ്ഥലത്ത് മഴയായി പതിക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്നത്. ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്ന മലനിരകളില്ലായിരുന്നുവെങ്കിൽ അറബിക്കടലിൽ നിന്നടിക്കുന്ന ഈ കാറ്റ് അങ്ങ് പോയേനെ തമിഴ്നാട്ടിലോട്ട്. നമ്മുടെ ചരിത്രവും വേറെ എന്തോ ആയേനെ ആ ഒരു അവസരത്തിൽ. പ്രാചീന കാലം തൊട്ട് തന്നെ കേരള തീരം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെയും വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റിൻ്റെയും പാതയിലാണ് സ്ഥിതി ചെയ്തിരുന്നതെന്ന് മനുഷ്യർ തിരിച്ചറിഞ്ഞിരുന്നു. ജൂൺ മാസം മുതൽ സെപ്റ്റംബർ വരെ വീശുന്ന സൗത്ത് വെസ്റ്റേൺ മൺസൂൺ കാറ്റ് അറേബ്യയിലേക്കും മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലേക്കുമുള്ള യാത്ര എളുപ്പമാക്കി. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ വരുന്ന നോർത്ത് ഈസ്റ്റ് മൺസൂൺ കാറ്റ് തിരിച്ചുവരവിനും സഹായകരമായി. ഈ കാറ്റുകളാണ് 3-ാം നൂറ്റാണ്ടിൽ തന്നെ കേരളത്തെ ആഗോള വ്യാപാരത്തിൻ്റെ ഭാഗമാക്കിയത്. വിദേശ വ്യാപാര കപ്പലുകൾ കേരള തീരത്തെത്തി. കറുത്ത സ്വർണം എന്നറിയപ്പെട്ട കുരുമുളക് ലോകവ്യാപകമായി കേരളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയായി. മുസിരീസ് പോലുള്ള തുറമുഖങ്ങൾ സമ്പത്തിൻ്റെയും സംസ്കാര വിനിമയത്തിൻ്റെയും കേന്ദ്രങ്ങളായി വളർന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ ജൂതരും റോമക്കാരും അറബികളും കേരളത്തിലെത്തി. വ്യാപാര ബന്ധങ്ങൾ തീർത്ത് സ്ഥിരമായ സമൂഹങ്ങളും രൂപപ്പെടുത്തി. ഇതാണ് ഏൻഷ്യൻ പീരീഡിൽ സംഭവിച്ചിരുന്നത്. ഇനി നമ്മൾക്ക് ഏർലി മിഡീവിയൽ പീരീഡിൽ നോക്കാം. 4 തൊട്ട് 9 നൂറ്റാണ്ട് വരെ, 4 to 9 centuries. മൺസൂൺ മഴയുടെ സ്ഥിരത കേരളത്തിൽ ഒരു കർഷക സമൂഹത്തെ വളർത്തി. കർഷക സമൂഹത്തിന് നമ്മൾ അഗ്രേറിയൻ സൊസൈറ്റി എന്നും പറയും. അഗ്രികൾച്ചറിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന സൊസൈറ്റി, അഗ്രേറിയൻ സൊസൈറ്റി. ശക്തമായ മഴ നെൽകൃഷിക്ക് അത്യന്തം അനുയോജ്യമായ സാഹചര്യമൊരുക്കി. കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിൽ നനവുള്ള നെൽവയലുകൾ രൂപപ്പെട്ടു. കൃഷിയുടെ സമയക്രമം മഴയുടെ വരവിനും വിടവിനും അനുസരിച്ച് ക്രമീകരിക്കപ്പെട്ടു. നെല്ലിനൊപ്പം തേങ്ങ, കുരുമുളക്, ഏലം, ഇഞ്ചി, കറുവാപ്പട്ട തുടങ്ങിയ വിളകളും സമൃദ്ധമായി വളർന്നു. ഇതാണ് ഭക്ഷ്യസമൃദ്ധിക്കും സ്ഥിരതയുള്ള ജലവാസത്തിൻ്റെ അടിസ്ഥാനം. ഭൂമിയുടെ അവകാശത്തിൻ്റെ പ്രസക്തി കൂടിക്കൂടി വന്നു. ഇത് സാമൂഹിക തൊഴിൽ വിഭജനത്തിന്, അതായത് സോഷ്യൽ ഡിവിഷൻ ഓഫ് ലേബറിന് വഴിയൊരുക്കി. കൃഷിഭൂമിയുടെ മേലുള്ള നിയന്ത്രണം സാമൂഹികവും രാഷ്ട്രീയവുമായ ശക്തിയുടെ അടിസ്ഥാനമായി. കൺട്രോൾ ഓവർ ലാൻഡ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പവറിൻ്റെ ഫൗണ്ടേഷനായി. ക്ഷേത്രങ്ങളും ബ്രാഹ്മണ ഭൂപതികളും രാജാധികാരികളും കൃഷിഭൂമിയുടെ നിയന്ത്രണം കൈവശം വെച്ചു. ഇത് മുഖ്യമായും നടക്കുന്നത് 4 തൊട്ട് 9 നൂറ്റാണ്ട് വരെയാണ്. ഇനി അടുത്തത് ഹൈ മിഡീവിയൽ പീരീഡ്, 9 മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ചേർന്ന് വലിയ സാമ്രാജ്യത്തിൽ ഇവിടെ വളരുന്നത് തടഞ്ഞു. പശ്ചിമഘട്ട പർവ്വതനിരകളും മഴക്കാല നദികളും താഴ്ന്ന പ്രദേശങ്ങളും ചേർന്ന് വലിയ സൈനിക അധിനിവേശങ്ങൾ ദുഷ്കരമാക്കി. ഇത് നമ്മൾ ദ ലിവിംഗ് വാട്ടേഴ്സ് ഓഫ് കേരള എന്ന എപ്പിസോഡിൽ കേട്ടതാണല്ലോ. എങ്ങനെയാണ്
നമ്മുടെ നദികൾ കേരള ചരിത്രത്തെ സ്വാധീനിച്ചതെന്ന്. ഇതിൻ്റെ ഫലമായി കേരളം ചെറിയ രാഷ്ട്രീയ ഘടകങ്ങളായി നിലനിന്നു. ചേരരാജ്യം, വേണാട്, സാമൂതിരിയുടെ കോഴിക്കോട് എന്നിവയായിരുന്നു പ്രധാന ഭരണകേന്ദ്രം. ഇവരുടെ ശക്തി മൺസൂൺ വ്യാപാരത്തിൽ നിന്നാണ് ഉണ്ടായത്. സീസൺസ് അനുസരിച്ച് തുറമുഖങ്ങളിലെത്തുന്ന വ്യാപാര കപ്പലുകളിൽ നിന്ന് നികുതി ശേഖരിച്ചവർ ആ വർഷത്തെ സാമ്പത്തിക ശക്തി കൈവശം വെച്ചു. ഇവിടെ രാഷ്ട്രീയ ആധിപത്യം കരസേനയേക്കാൾ കടൽ വ്യാപാരത്തിലൂടെ നിലനിന്നു. ഇത് നമ്മൾ കോഴിക്കോട്ടങ്ങാടി എന്ന എപ്പിസോഡിൽ കേട്ടതാണ്. ഇനി ഈ കാലഘട്ടങ്ങൾ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ 3 മുതൽ 15 വരെയുള്ള നൂറ്റാണ്ടുകളിൽ തന്നെ വേറെ ഒരു ലെൻസിൽ കൂടെ നോക്കാം. മതസാംസ്കാരിക, റിലീജിയസ് ആൻഡ് കൾച്ചറൽ ലെൻസിൽ കൂടെ നമ്മൾക്ക് നോക്കാം. കേരളത്തിൻ്റെ മതജീവിതം തന്നെ കാലാവസ്ഥ ചക്രവുമായി ചേർന്നാണ് വളർന്നത്. ഓണം മൺസൂൺ കഴിഞ്ഞുള്ള വിളവെടുപ്പ് സമൃദ്ധിയെ ആഘോഷിക്കുന്നു. വിഷു ഒരു കൃഷി വർഷത്തിൻ്റെ പുതുതുടക്കമായി ആഘോഷിക്കുന്നു. അത് നിങ്ങൾ വിഷു എപ്പിസോഡിൽ കേട്ടുവല്ലോ. മഴക്കാലത്ത് യാത്ര ദുഷ്കരമായതിനാൽ ക്ഷേത്രോത്സവങ്ങളും പെരുന്നാളുകളും പ്രധാനമായും മഴയൊഴിഞ്ഞ കാലങ്ങളിൽ നടന്നു. സമൃദ്ധിയും ക്ഷാമവും മാറി മാറി അനുഭവപ്പെട്ട ഈ കാലഘട്ടങ്ങളിൽ ധാർമ്മികത, അതായത് മൊറാലിറ്റി, ദാനം, രാജധർമ്മം തുടങ്ങിയ ആശയങ്ങൾ ശക്തമായി വളർന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം മതാചാരങ്ങൾ ഊട്ടിയുറപ്പിച്ചു. ഇതാണ് റിലീജിയസ് ആൻഡ് കൾച്ചറൽ ലെൻസ് കൂടെ നോക്കിയാൽ 1 മുതൽ 15 വരെയുള്ള നൂറ്റാണ്ടിൽ കേരളത്തിൽ സംഭവിച്ചത്. ഇനി 15-ാം നൂറ്റാണ്ടിൽ എത്തിയാൽ കാണാം യൂറോപ്യന്മാരുടെ വരവ്. യൂറോപ്യന്മാർ കേരളത്തിൽ എത്തിയപ്പോഴും മൺസൂൺ കാലാവസ്ഥ അവരുടെ നീക്കങ്ങളെ നിയന്ത്രിച്ചു. അത് എങ്ങനെയെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കപ്പൽ യാത്രയ്ക്ക് മൺസൂൺ കാറ്റിൻ്റെ സമയക്രമം കൃത്യമായി പാലിക്കേണ്ടതുണ്ടായിരുന്നു. സമയം തെറ്റിയാൽ കപ്പൽ നാശമോ മാസങ്ങളോളം തുറമുഖങ്ങളിൽ കുടുങ്ങലോ അനുഭവിക്കേണ്ടി വന്നു. ഇതാണ് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേതുപോലെ കേരളത്തിൻ്റെ ഉൾഭാഗങ്ങൾ വേഗത്തിൽ കീഴടക്കാൻ യൂറോപ്യന്മാർക്ക് സാധിക്കാതെയിരുന്നത്. അവർ പലപ്പോഴും തദ്ദേശ ഭരണാധികാരികളുമായി കരാറുകൾ ചെയ്യാൻ നിർബന്ധിതരായി. നേരിട്ടുള്ള കോളനി ആധിപത്യം കേരളത്തിൽ വൈകിയത് മൺസൂൺ ഒരു പ്രധാന കാരണമായിരുന്നു. ഇനി ആധുനിക സമൂഹത്തിലേക്കുള്ള ട്രാൻസിഷൻ കാലഘട്ടം, അതായത് 18-ാം നൂറ്റാണ്ട് മുതൽ നമ്മൾക്ക് മാറ്റങ്ങൾ കാണാം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ മൺസൂൺ സമൃദ്ധിയുടെ അടയാളമായിരുന്നുവെങ്കിലും അതിൻ്റെ അതിരുവിട്ട രൂപങ്ങൾ പല കാലങ്ങളിലും ഗുരുതരമായ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. മൺസൂൺ മഴയുടെ തീവ്രതയും അനിശ്ചിതത്വവും സമൂഹത്തെ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. മൺസൂൺ കേരളത്തിന് വെറും സമൃദ്ധി മാത്രമല്ല നൽകിയത്. അതിശക്തമായ മഴ വെള്ളപ്പൊക്കങ്ങളും വിളനാശങ്ങളും രോഗങ്ങളും ക്ഷാമങ്ങളും സൃഷ്ടിച്ചു. ഈ വെല്ലുവിളികൾ സമൂഹത്തെ കൂട്ടായ പ്രതികരണത്തിലേക്ക് നയിച്ചു. കനാലുകളും കെട്ടുകളും തണ്ണീർപ്പാടങ്ങളും വികസിച്ചു. പരസ്പര സഹായവും കൂട്ടായ പരിശ്രമവും സമൂഹ ജീവിതത്തിൻ്റെ ഭാഗമാക്കി. ഈ പാരമ്പര്യങ്ങളാണ് പിന്നീട് ശക്തമായ പൗരസമൂഹത്തിനും പ്രാദേശിക സ്വയംഭരണ സംവിധാനങ്ങൾക്കും കേരളത്തിൽ അടിത്തറയായത്. ശക്തമായ മഴ പല വർഷങ്ങളിലും വൻ വെള്ളപ്പൊക്കങ്ങൾക്ക് കാരണമായി. നദികൾ കരകവിഞ്ഞൊഴുകി. താഴ്ന്ന പ്രദേശങ്ങളും തീരപ്രദേശങ്ങളും ഉൾനാടൻ നെൽവയലുകളും ദിവസങ്ങളോളം വെള്ളത്തിനടിയിലായി. കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിൽ ഇത് സാധാരണ അനുഭവമായിരുന്നുവെങ്കിലും ചില വർഷങ്ങളിൽ വെള്ളപ്പൊക്കം നിയന്ത്രണാതീതമായി മാറി. വിത്ത് നടലിന് തയ്യാറാക്കിയ വയലുകൾ നശിച്ചു. വിളവെടുപ്പ് സമയത്തെ പാടങ്ങൾ മുങ്ങി. ഒരു മുഴുവൻ കൃഷിവർഷം തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം പലതവണയുണ്ടായി. ഈ വെള്ളപ്പൊക്കങ്ങൾ വിതച്ചത് വെറും സാമ്പത്തിക നഷ്ടം മാത്രമല്ല, നിൽക്കുന്ന വെള്ളം രോഗങ്ങൾക്ക് വഴിയൊരുക്കി. പകർച്ചവ്യാധികൾ വ്യാപിച്ചു. ഭക്ഷ്യക്ഷാമം രൂപപ്പെട്ടു. മഴ ഒഴിയുന്നതിന് മുമ്പ് സംഭരിച്ച ധാന്യങ്ങൾ പുഴുങ്ങിയും നശിച്ചും പോയി. കൃഷിയെ പൂർണ്ണമായി ആശ്രയിച്ചിരുന്ന കേരളത്തിലെ കർഷക സമൂഹത്തെ ഇത്തരം അവസ്ഥകൾ സാരമായി ബാധിച്ചു. അതേസമയം ചില വർഷങ്ങളിൽ മൺസൂൺ പ്രതീക്ഷിച്ച പോലെ എത്തിയതുമില്ല. വൈകിയ മഴയോ ദുർബലമായ മഴയോ വിത്ത് നടുന്നതിനെ തകർത്തു. ഈ അനിശ്ചിതത്വം കർഷക സമൂഹത്തെ സ്ഥിരമായ ഭയാവസ്ഥയിൽ നിർത്തി. അധിക വിളവിന് സാധ്യതയുള്ള വർഷങ്ങളിലെ സമൃദ്ധിയും തുടർച്ചയായ ക്ഷാമവർഷങ്ങളിലെ ദുരിതവും മാറി മാറി അനുഭവിച്ച സമൂഹത്തിലാണ് കേരളീയ ജീവിതം മുന്നോട്ടു പോയത്. ഈ പ്രതിസന്ധികൾക്കുള്ള മറുപടിയായി ഭരണകൂടത്തെ ആശ്രയിക്കാതെ കേരള സമൂഹം സാമൂഹിക സഹകരണവും പ്രാദേശിക പരിഹാര രീതികളും സ്വയമേ കണ്ടെത്തി. നദികളുടെയും മഴവെള്ളത്തിൻ്റെയും ഒഴുക്ക് നിയന്ത്രിക്കാൻ അവർ കനാലുകൾ വികസിപ്പിച്ചു. ചെറുകെട്ടുകളും ബണ്ടുകളും ഉണ്ടാക്കി.
വെള്ളം സംഭരിക്കാനും ഒഴുക്കാനും കഴിയുന്ന തണ്ണീർപ്പാടങ്ങൾ രൂപപ്പെട്ടു. ഇവയൊക്കെ ഓരോ വ്യക്തിയുടെ ശ്രമഫലമല്ല, മറിച്ച് ഗ്രാമസമൂഹങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് കൂട്ടുപണി എന്ന ആശയം സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായത്. വിള നടുമ്പോഴും വിളവെടുക്കുമ്പോഴും കെട്ടുകൾ പണിയുമ്പോഴും വെള്ളപ്പൊക്കം കഴിഞ്ഞ് പാടങ്ങൾ ശുചീകരിക്കുമ്പോഴും വ്യക്തിഗത ലാഭത്തേക്കാൾ സമൂഹത്തിന് നിലനിൽപ്പിനായി മുൻഗണന. ഇതാണ് കേരളത്തിൽ ശക്തമായ പരസ്പര സഹായശീലങ്ങൾക്ക് അടിത്തറയിട്ടത്. കൂട്ടുപണി കേരളത്തിൻ്റെ നാടൻ ജീവിതത്തിൽ പിറന്നത് ഏതെങ്കിലും ആസൂത്രിത സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടല്ല, മറിച്ച് ഗ്രാമസമൂഹങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങളിൽ നിന്നുയർന്ന ഒരു സ്വാഭാവിക പ്രതികരണമായാണ്. സർക്കാർ സംവിധാനങ്ങളോ ഔപചാരിക തൊഴിലിടങ്ങളോ ഇല്ലാത്ത കാലത്ത് മനുഷ്യർ പരസ്പരം ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് കൂട്ടുപണിയുടെ നാടൻ രൂപപ്പെട്ടത്. പണ്ടൊക്കെ ഒരു ഗ്രാമത്തിൽ വീട് പണിയേണ്ടി വന്നാൽ അതൊരു കുടുംബത്തിൻ്റെ മാത്രം ചുമതലയായിരുന്നില്ല. മരം മുറിച്ചു കൊണ്ടുവരാനും മേൽക്കൂര കെട്ടാനും മണ്ണുമതിൽ നിർക്കാനും അയൽവാസികൾ ഒരുമിച്ചിറങ്ങി. ആ ജോലി തീരുമ്പോൾ പണമൊന്നും കൈമാറിയില്ല. പകരം നാളെ അതേ സഹായം മറ്റൊരാളുടെ വീട്ടിൽ ആവശ്യമാകും എന്ന ഉറച്ച ബോധമുണ്ടായിരുന്നു. ഇതായിരുന്നു കൂട്ടുപണിയുടെ ഏറ്റവും ലളിതമായ നാടൻ രൂപം. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കുമല്ലോ, പണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു കല്യാണമോ മരണമോ ഉണ്ടെങ്കിൽ സഹായിച്ചിരുന്ന അയൽവക്കക്കാരെ നമ്മളും തിരിച്ച് സഹായിക്കുമായിരുന്നു, അല്ലേ? ഇന്നും നമ്മൾ സഹായിക്കില്ലേ നമ്മുടെ അയൽക്കാരെ? അത് നമ്മൾ ജനിച്ചു വളർന്ന സമൂഹം നാം അറിയാതെ നമ്മളിൽ വളർത്തിയ ഒരു സ്വഭാവമാണ്. ലോകത്തിൻ്റെ ഏത് കോണിൽ ജീവിച്ചാലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു മലയാളിയാണ് എന്നതിനുള്ള തെളിവ്. കൃഷിയിടങ്ങളിലായിരുന്നു കൂട്ടുപണി ഏറ്റവും ശക്തമായി നിലനിന്നിരുന്നത്. വിത്ത് നടുന്ന കാലവും വിളവെടുപ്പ് കാലവും ഒരാളുടെ വയലിൽ നിന്ന് എല്ലാവരും ജോലിയിൽ ചേർന്നു. നാളെ മറ്റൊരാളുടെ വയലിൽ. ഒരു വയൽ മാത്രം രക്ഷിക്കുകയല്ല ലക്ഷ്യം, മുഴുവൻ ഗ്രാമത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ തന്നെയാണ്. വെള്ളപ്പൊക്കത്തിന് ശേഷം കൂട്ടുപണി കൂടുതൽ അതിവിശേഷമായ അർത്ഥം കൈവരിച്ചു. കെട്ടുകൾ പൊട്ടിയാൽ, ചാലുകൾ നിറഞ്ഞാൽ, വഴികൾ ഒലിച്ചുപോയാൽ ആരും കാത്തു നിന്നില്ല. ആരെങ്കിലും വിളിക്കേണ്ടതുമില്ല. ഒരാളിൻ്റെ വാക്ക് അത്ര തന്നെ മതിയായിരുന്നു. മണ്ണും കല്ലും വാരിക്കൂട്ടുന്ന കൈകൾ, വെള്ളം തിരിച്ചുവിടുന്ന കൂട്ടായ ശ്രമം, ഇതൊക്കെയാണ് കൂട്ടുപണിയുടെ നാടൻ രൂപം. ഉത്സവങ്ങളും പെരുന്നാളുകളും കൂട്ടുപണിയെ ആശ്രയിച്ചാണ് നടന്നത്. ക്ഷേത്രോത്സവത്തിന് പന്തൽ കെട്ടുമ്പോഴും കുളങ്ങൾ ശുചീകരിക്കുമ്പോഴും വഴികൾ വൃത്തിയാക്കുമ്പോഴും അത് ഒരു സംഘത്തിൻ്റെ ജോലിയായിരുന്നു. ഇവിടെ കൂട്ടുപണി ഒരു തൊഴിലല്ല, ഒരു ധാർമ്മിക കടമയായി മാറി. നമ്മുടെ ഉത്സവം എന്ന ബോധമാണ് ഓരോരുത്തരുടെയും ഈ തൊഴിലിലേക്ക് നയിച്ചത്. നാടൻ കൂട്ടുപണിയിൽ മേലാളന്മാരോ കമാൻഡോകളോ ഉണ്ടായിരുന്നില്ല. മുതിർന്നവരുടെ വാക്കിന് ആദരവുണ്ടായിരുന്നുവെങ്കിലും ജോലി തീരുമാനിക്കുന്നത് കൂട്ടായ ചർച്ചയിലൂടെയായിരുന്നു. ആരൊക്കെ എന്തൊക്കെ ചെയ്യും, ഏതു ഭാഗം ആരെടുക്കും, ആൾക്കാർ അവരുടെ കഴിവിനനുസരിച്ച് മുന്നോട്ട് വന്നു. ഇതിലൂടെ കൂട്ടുപണി ഗ്രാമങ്ങളിൽ ഒരു നിശബ്ദ ജനാധിപത്യ പരിശീലനമായി മാറി. പ്രധാനമായി കൂട്ടുപണി നാടൻ ജീവിതത്തിൽ കരുണയെയോ ദാനത്തെക്കാളും ഉത്തരവാദിത്വത്തെ ശക്തിപ്പെടുത്തി. സഹായിക്കുക എന്നത് വലിയ മനസ്സിൻ്റെ തെളിവല്ലായിരുന്നു, അത് ഒരാളുടെ സമൂഹ അംഗത്വത്തിൻ്റെ അടയാളമായിരുന്നു. കൂട്ടുപണിയിൽ പങ്കെടുത്തില്ലെങ്കിൽ ഒരാൾ ഗ്രാമത്തിൻ്റെ വലയത്തിന് പുറത്തായി എന്നതുപോലെ. ഇങ്ങനെ കൂട്ടുപണിയുടെ നാടൻ രൂപം കേരളത്തിൽ ഒരു സംഘടനയാകാതെ തന്നെ ഒരു സംവിധാനമായി. അത് നിയമം കൊണ്ട് നിലനിന്നില്ല, ബന്ധങ്ങൾ കൊണ്ടാണ് നിലനിന്നത്. രേഖകളില്ലാതെ പ്രവർത്തിച്ച, പക്ഷെ തലമുറകളിലൂടെ പകർന്നു കൊടുത്ത ഒരു സാമൂഹിക ബുദ്ധിയായി അത് വളർന്നു. ഈ നാടൻ സാമൂഹിക ബുദ്ധിയാണ് 2018 മഹാവെള്ളപ്പൊക്കത്തിൽ ആധുനിക സാഹചര്യത്തിൽ വീണ്ടും ദൃശ്യമായത്. അന്ന് കേരളം കണ്ടത് സർക്കാർ നിർദ്ദേശമോ ഔദ്യോഗിക ഉത്തരവോ കാത്തു നിൽക്കാതെ സാധാരണ മനുഷ്യർ തന്നെ ദുരന്ത നിവാരണത്തിന് ഇറങ്ങുന്ന ഒരു വലിയ കൂട്ടായ പ്രതികരണമായിരുന്നു. അതിൻ്റെ ഏറ്റവും ശക്തമായ ഉദാഹരണമായി മാറിയത് മത്സ്യത്തൊഴിലാളികളുടെ ഇടപെടലായിരുന്നു. ഈ ഇടപെടൽ ഒരു സന്നദ്ധ പ്രവർത്തന പ്രദർശനം മാത്രമായിരുന്നില്ല, ഇത് കൂട്ടുപണിയുടെ ആധുനിക രൂപമായിരുന്നു. ഇത് നമ്മുടെ പ്രദേശമല്ല, ഇത് നമ്മുടെ ചുമതലയല്ല എന്ന ചിന്തയോ അവിടെ ഇല്ലായിരുന്നു. ജാതിയും മതവും പ്രദേശവും അപ്രധാനമായി. വെള്ളത്തിനടിയിൽ കുടുങ്ങിയ ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നത് സമൂഹത്തിൻ്റെ പൊതുവ്യവഹാരമായി അവർ കണ്ടു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗ്രാമവാസികൾ ചേർന്ന് കെട്ടുകൾ പണിതതുപോലെ 2018 മത്സ്യത്തൊഴിലാളികൾ ചേർന്ന് മനുഷ്യരെ രക്ഷിച്ചു. ദുരന്തത്തിന് മുന്നിൽ ഒരുമിച്ച് നിൽക്കാൻ കേരളത്തെ ആരും പഠിപ്പിക്കേണ്ടി വന്നില്ല. അതാണ് കൂട്ടുപണിയുടെ ഏറ്റവും വലിയ പൈതൃകം. അങ്ങനെ പല പ്രതിസന്ധികളും കണ്ട കേരള സമൂഹത്തെ
മൺസൂൺ തകർക്കുകയല്ല, മറിച്ച് അതിനെ കൂടുതൽ സഹകരണപരമായ സമൂഹമാക്കി. ഒന്നിച്ചു നേരിടാതെ ജീവിക്കാൻ കഴിയില്ല എന്ന ബോധം കേരളീയ സമൂഹത്തിൻ്റെ ആന്തരിക മൂല്യമായി മാറി. ഇന്നത്തെ കേരളത്തിന് സാമൂഹ്യക്ഷേമ ബോധവും ദുരിത സമയങ്ങളിൽ കാണുന്ന സ്വയം സംഘടനയും പ്രാദേശിക ഇടപെടൽ സംസ്കാരവും ഈ ചരിത്ര പ്രതിസന്ധിയിൽ നിന്ന് വളർന്നെടുത്ത പൈതൃകമാണ്. കാലഘട്ടങ്ങൾ മാറിയെങ്കിലും കേരളത്തിൻ്റെ ചരിത്രത്തെ ബന്ധിപ്പിച്ച ഒരു സ്ഥിര ഘടകം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായി കാണുമല്ലോ, അതിൻ്റെ കാലാവസ്ഥ. മൺസൂൺ കാറ്റും മഴയും വെള്ളവും ചേർന്നാണ് കേരളത്തിൻ്റെ തുറന്ന മനസ്സും സഹകരണ സാമൂഹിക സ്വഭാവവും സാമ്പത്തിക ജീവിതവും രാഷ്ട്രീയ ഘടനയും രൂപപ്പെട്ടത്. കേരളത്തിൻ്റെ ചരിത്രം രാജാക്കന്മാരുടെ പേരുകളാൽ മാത്രം എഴുതപ്പെട്ട കഥയല്ല. അത് കാലാവസ്ഥയുടെ നീണ്ട യാത്രയാണ്. പശ്ചിമഘട്ടം രചിച്ചതാണ് കേരളത്തിൻ്റെ കാലാവസ്ഥ, അതിൻ്റെ ചരിത്രം. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം കേരള ചരിത്രം എങ്ങനെ സ്വാധീനിച്ചു എന്ന് നിങ്ങൾ ഇതിനകം കേട്ടുകഴിഞ്ഞു. ബിറ്റ്വീൻ ദ ഹാർട്സ് ആൻഡ് ദ സീ, ദ ലിവിംഗ് വാട്ടേഴ്സ് ഓഫ് കേരള, സീസൺസ് ദാറ്റ് ഷേപ്ഡ് us എന്ന ഈ 3 എപ്പിസോഡുകളിലായി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് കരുതുന്നു, മനസ്സിലായി എന്നും കരുതുന്നു. ചിലപ്പോൾ ഇവയെല്ലാം പലതവണ കേൾക്കേണ്ടി വരും. അത് കുഴപ്പമില്ലല്ലോ, എപ്പോൾ വേണമെങ്കിൽ കേൾക്കാമല്ലോ. ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. സന്തോഷത്തോടെ തന്നെ ഞാൻ നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരാൻ ശ്രമിക്കുന്നതായിരിക്കും. കേരള ഹിസ്റ്ററി സീരീസിൽ ഇനി അടുത്തതായി നമ്മൾക്ക് കേരള ടൈം ലൈൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. താങ്ക് യു.